മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17/3/2006 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചിത്തിരയാണ് നക്ഷത്രം. ചിത്തിര 1-ാം പാദം. മേടലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ, 2-ൽ കുജൻ, 3 ശൂന്യം, 4-ൽ ശനി, 5 ശൂന്യം, 6-ൽ ചന്ദ്രൻ കേതു, 7-ൽ വ്യാഴം, 8-9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ ശുക്രൻ, 11-ൽ ബുധൻ, 12-ൽ സൂര്യൻ, രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. 2006 ഇദ്ദേഹത്തിൻ്റെ ജനന വർഷം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, പ്രായത്തിൽ കവിഞ്ഞ പക്വത, സംസാരത്തിലും ചിന്തകളിലുമൊക്കെ ഉള്ള ഒരു പയ്യൻ. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയത്. അപ്പോൾ പൊതുവെ ഈ കുജ ലഗ്നം ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ, പ്രായത്തിൽ കൂടുതൽ പക്വത, അതല്ലെങ്കിൽ വളരെ ഉറച്ച നിലപാടുകളോടുകൂടി സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഗ്രഹനില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലഗ്നവുമായി ബന്ധപ്പെട്ടോ ലഗ്നാധിപനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടോ കുജൻ്റെ ഒരു ബന്ധം ഏതെങ്കിലും രീതിയിൽ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന് ലഗ്നാധിപൻ കുജനാണ്. അത് ധനസ്ഥാനമായിട്ടുള്ള 2-ൽ നിൽക്കുന്നു. ലഗ്നത്തിലേക്ക് 4-ൽ നിൽക്കുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഡയറക്റ്റായിട്ട് ഒരു കുജ മന്ദ യോഗമുണ്ട്. എന്നാൽ ലഗ്നാധിപൻ 2-ൽ നിൽക്കുകയും ലഗ്നത്തിലേക്ക് ശനി ദൃഷ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആളുകൾക്ക് സാധാരണയിൽ കവിഞ്ഞ ഒരു പക്വത പൊതുവെ കൂടുതലായിരിക്കും. അല്പം സീരിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ജീവിതത്തോട്, അദ്ദേഹത്തിൻ്റെ ചിന്തകളോട്, കാഴ്ചപ്പാടുകളോട് എല്ലാം തന്നെ ഒരു സീരിയസ്നെസ് ഉണ്ടാകും. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശക്തനായ സൂര്യനാണ്. 12-ലാണത് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ സൂര്യൻ ഇത്തരം മനസ്സിനെ പക്വതയോടെ ചിന്തിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന ഒരു ആളാണ്. അല്പം ഈഗോയിസ്റ്റിക്കുമാണ് സൂര്യൻ. അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം പ്രധാനമായിട്ടും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് ടെൻഷനാണ്. അതിന് ഉത്തരം വളരെ ലളിതവുമാണ്. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു. രോഗിയായ രാജാവ് എന്നൊക്കെ ജ്യോതിഷ പ്രമാണങ്ങൾ പറയാറുണ്ട്. ലഗ്നത്തിലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ, പൊതുവേ ലഗ്നത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഇടവിട്ടോ അല്ലാതെയോ ആയി എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ്, ചിലപ്പോൾ അതൊരു ചെറിയ ജലദോഷമാകാം, ചെറിയൊരു പനിയാകാം, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില അസ്ഥിതകൾ ലഗ്നത്തിലെ ഗുളികൻ വരുത്തി കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിനും അതുണ്ട്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളും ആവാം. ചെറിയൊരു ശാരീരിക ഇറിറ്റേഷൻ. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ഗുളികൻ വസിക്കുകയും ലഗ്നാധിപനായിട്ടുള്ള കുജനിലേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി വരികയും ചെയ്യുന്നു. തത്വത്തിൽ ഇത് ഗുളിക ഭവനാധിപനായിട്ടുള്ള കുജനാണ്. കണിശമായിട്ടും പരിഹാരം ചെയ്യേണ്ടത് തന്നെയാണത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് തന്നെ ആ പയ്യനോട് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുകയും ഗുളിക ഭവനാധിപനായി നിൽക്കുകയും അതിൻ്റെ അധിപൻ കുജൻ ഗുളികൻ്റെ തന്നെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതിനിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ മുന്നിലുണ്ടാകും, ഒബ്സ്റ്റക്കിൾസ്. അപ്പോൾ അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി സ്വയം തന്നെ ആർജിക്കണം എങ്കിൽ പരിഹാരം അവിടെ അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ടെൻഷൻ. നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ ആകുലതകൾ എന്ന് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ്. 12-ലാണ് നഷ്ടസ്ഥാനത്ത്. രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, ചെറിയ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ചിന്തിച്ച് ഉത്കണ്ഠാകുലനാകുന്ന അവസ്ഥ. അതേപോലെ തന്നെ ചന്ദ്രൻ, ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കേതുവിനോടൊത്താണ്. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹു തൻ്റെ 7ാമത്തെ ദൃഷ്ടി ചന്ദ്രനിലേക്ക്, മനസ്സിൻ്റെ കാരക ഗ്രഹത്തിലേക്ക് നടത്തുന്നു. ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് ശനിയാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവേ ടെൻഷൻ കൂടുതൽ തന്നെയായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് തൊട്ട് കൺമുന്നിൽ ഉത്തരം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അലഞ്ഞ് നടന്ന് പിന്നീട് വന്ന് തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഉത്തരം കണ്ടെത്തി ടെൻഷൻ മാറ്റുന്ന ഒരവസ്ഥ സഹജമായിട്ട് ധാരാളം ആളുകൾക്ക്, ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് കാണാറുണ്ട്. ഇദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. മുന്നിൽ വരുന്ന ഒരു കാര്യം ടെൻഷൻ അടിക്കത്തക്ക രീതിയിലുള്ള യോഗ്യത ഉള്ളതാണോ എന്ന് ആദ്യം ഒന്ന് വിലയിരുത്തുക. റിസൾട്ടുള്ള കാര്യമാണെങ്കിൽ ടെൻഷൻ ഗുണം തന്നെ ചെയ്യാം.
യാതൊരു റിസൾട്ടും ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചാൽ അവനവൻ്റെ ഉള്ള മനസമാധാനം പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണഫലങ്ങളും അത്തരം ടെൻഷനുകളിൽ നിന്ന് ആർക്കും തന്നെ കിട്ടില്ല എന്ന് പൊതുവായി മനസ്സിലാക്കുക. ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് ടെൻഷൻ ഒരു കൂടപ്പറപ്പ് പോലെ തന്നെ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണത്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10 ശുക്രൻ നിൽക്കുന്നു. 10ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ശനിയാണ്, 4ലാണ് നിൽക്കുന്നത്. ജോലി സംബന്ധമായിട്ടും ആദ്യമൊക്കെ ചില സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ലഗ്നത്തിലെ ഗുളികനും അവിടെ വർക്കാകുന്നതാണ് കാര്യം. പ്രസ്തുത ശനി 10ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് നിന്ന് ലഗ്നത്തിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു. അത് അവിടെ എത്തുമ്പോൾ നീച ദൃഷ്ടിയുമാണ്. അപ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെയും സർവ്വസജീവമായി സധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയവും ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരല്പം എഫേർട്ട്, അല്പം ഒന്ന് മുഷിഞ്ഞ് ജോലി ചെയ്യേണ്ടതായിട്ട് വരാം എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7ാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ 10ൽ നിൽക്കുന്നത്. 7ൽ വ്യാഴവും നിൽക്കുന്നു. വിവാഹ സംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ജോലി, വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻസ് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഈ ഗ്രഹനിലയിലുള്ളത്. ഒന്ന്, ടെൻഷൻ, മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മനസ്സിന് ഫീൽ ചെയ്യുന്ന സമയത്ത് മനസ്സിനെ അവിടെ നിന്ന് മാറ്റി നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കണിശമായിട്ടും പരിഹാരങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് തന്നെ പോയാൽ ഗുണം തീർച്ചയായിട്ടും അതിൻ്റെ പെർസെൻറ്റേജ്, ആ നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് കുറയുക തന്നെ ചെയ്യും. നെഗറ്റീവ്സിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണാനുഭവങ്ങൾ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്, ലഗ്നാൽ 12ൽ വ്യയസ്ഥാനത്ത് രാഹു, ഗുളികൻ്റെ ദൃഷ്ടി. അങ്ങനെയുള്ളപ്പോൾ ചെലവുകളെ എല്ലാ കാലവും ഏത് ദശ, എപ്പോൾ, എങ്ങനെ, ഏത് അപഹാരത്തിൽ വന്നാൽ തന്നെയും, ഏത് ദശയിൽ ഏത് അപഹാരം വന്നാൽ തന്നെയും ചെലവുകളെ ഇദ്ദേഹം കരുതി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ റെമഡി ഉണ്ട്, അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട്. ചെലവുകളെ പ്രത്യേകിച്ച് 12ലേക്ക് രാഹു നിന്ന് കഴിഞ്ഞാൽ യാതൊരു കാര്യവുമില്ലാതെ ചെലവുകളുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയത്ത് പണം ചിലവായി പോകുന്നതിന് ചിലപ്പോൾ ഒരു കണക്ക് പോലും നമുക്ക് വയ്ക്കാൻ പറ്റാത്ത ആളുകൾ വിളിക്കാറുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ചോദിച്ച് വളരെ വിഷമത്തോടെ വിളിക്കുന്ന ആളുകളുണ്ട്. വരവ് ധാരാളമുണ്ട്, പക്ഷേ ചിലവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ റെമഡി തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും അതിന് തീർച്ചയായിട്ടുമുണ്ട്. അത് രണ്ടും 2 രീതിയിലായിട്ട് തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ്, രാഹുവിൻ്റെ ആക്രമണം അവിടെ കുറയ്ക്കാൻ സാധിക്കും. ഗുളികനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൃത്യമായിട്ട് തന്നെ അത് ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായി പരിഹാരം ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് എന്നും തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ഈ ലഗ്നാലൊക്കെ 4ൽ ശനി നിൽക്കുകയും 4ാം ഭാവാധിപൻ ബുധൻ്റെ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ചന്ദ്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടിയിൽ, അത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഒരു ശക്തനായ ഛായാഗ്രഹവും മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള 4ാം ഭാവാധിപത്യം വഹിക്കുന്ന ചന്ദ്രനിലേക്ക് ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ബാധ്യതകളുമായി ബന്ധപ്പെട്ട് പരമാവധി ഒഴിഞ്ഞു നടക്കാൻ ഇത്തരക്കാർ ശ്രദ്ധിച്ചാൽ ഏറെ നന്ന്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ബാധ്യതകൾ എടുത്തു വച്ചാൽ അവരത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി അതിൽ നിന്ന് സേഫ് സോൺ പിടിക്കും. ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ 4th ഹൗസുമായി ബന്ധപ്പെട്ട്, 4ാം ഭാവവുമായി ബന്ധപ്പെട്ട് ശനിയുടെ സാന്നിധ്യം, 4ാം ഭാവാധിപന് കേതുവിൻ്റെ സാന്നിധ്യം, രാഹുവിൻ്റെ ദൃഷ്ടി, ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം സൂര്യൻ്റെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരക്കാർക്ക് ബാധ്യതകളിൽ ചെന്ന് ചാടിയാൽ തിരിച്ച് എളുപ്പം കയറി വരാൻ പറ്റുക ഇല്ല എന്നും തിരിച്ചറിയുക. അപ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ച് പരമാവധി ബാധ്യതകൾ ഒഴിവാക്കി പോകുന്നതാണ് ഏറ്റവും ബുദ്ധി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും അതവിടെ എത്തുകയും ചെയ്യും. പക്ഷേ ഈ ലഗ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും 12ലെ രാഹുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കുജദശയിലായിരുന്നു ജനനം. ചിത്തിരിയാണ് നക്ഷത്രം. 2011 വരെ കുജൻ, അതിനുശേഷം രാഹു 2029 വരെ, ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹുവാണ്. അതിനുശേഷം വ്യാഴം 2045 വരെ. ഇദ്ദേഹത്തിൻ്റെ ലൈഫിന് ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്ത് വ്യാഴദശ കിട്ടും, അത് വരും എന്ന് പറയുന്ന ഒരു ഭാഗ്യ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും.
അതേപോലെ തന്നെ അതിനുശേഷം ശനിദശ 2064 വരെ, അതിനുശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ രവിയാണ്. 16/6/2026 തൊട്ട് 11/5/2027 വരെ. എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ രാഹു ദശയിലൊക്കെ വളരെ അത്യാവശ്യം തന്നെയാണ്. രാഹു ദശ 18 കൊല്ലമാണ്. ഈ 18 കൊല്ലവും കാര്യങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യരുത് എന്നതൊരു തിയറി തന്നെയാണ്. രാഹുവാണ് എവിടെ വേണമെങ്കിലും ഏത് രൂപത്തിലും അബദ്ധങ്ങൾ വരുത്താൻ തക്ക ശേഷി രാഹുവിൻ്റെ ഇല്യൂഷൻസിന്, പവറിന്, ശക്തിക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തി പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങൾ കുറയുകയും ഗുണാനുഭവങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. ഇദ്ദേഹത്തിന് രാഹുവിൽ രവിയാണ്. 5ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്നു. സൂര്യൻ, ഗുളികൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് തന്നെ അനാവശ്യ ടെൻഷനുകൾ ഒഴിവാക്കി കൃത്യമായി പരിഹാരങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ ഏറെ നന്ന്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.